10-20 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 10-12 വർഷമായി ഭാര്യയ്ക്ക് വസ്വാസ് OCD എന്ന രോഗവുമായി ബന്ധപ്പെട്ട് വളരെയധികം വിഷമതകൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. വസ്വാസ് എന്നതിലുപരി അതിവൃത്തി എന്ന പദം പ്രയോഗിക്കുന്നതാവും കൂടുതൽ യോജിക്കുക. മക്കളുടെ പഠനം, ഭക്ഷണം, ഉറക്കം തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും തടസ്സങ്ങളും അത് മുഖേന വാഗ്വാദങ്ങളും നിത്യസംഭവങ്ങളായിരിക്കുകയാണ്. കുറച്ച് വർഷങ്ങളായി സൈക്യാട്രി ചികിത്സയുണ്ടെങ്കിലും യാതൊരു മാറ്റവും കാണുന്നില്ല. എന്താണ് ഇതിനൊരു പരിഹാരം? ഇപ്പോൾ ഇതിലെന്താ വെച്ചാൽ പൊതുവേ നമ്മൾ ഭാര്യമാരെന്ന് പറയുമ്പോൾ നമ്മളെല്ലാ കാര്യത്തിനും അവരെ ആശ്രയിക്കുന്ന അതെ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഈ OCDന്റെ പ്രശ്നങ്ങളുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഡിലേ ആയിരിക്കും. അവർക്ക് വളരെ പ്രധാനമായി അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഒഴിവുണ്ടാവില്ല. അവരെപ്പോഴും ഇങ്ങനത്തെ ചിന്തകളിലായിരിക്കും ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം OCD ഉള്ള ഒരു ഭാര്യ എന്ന് പറയുമ്പോഴേ വളരെ വിഷമകരമാണ് ആ കാര്യം. പക്ഷെ ഇവിടെ നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതൊരു രോഗമാണല്ലോ. അപ്പോ രോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ പേരിൽ ഒരു ആരോപണമായിട്ടോ ഒരു പ്രശ്നമായിട്ടോ നമുക്ക് ഉന്നയിക്കാൻ പറ്റില്ല. കാരണം ഇതിലിപ്പോ ആ സ്ത്രീ തന്നെ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ടാവും. ഈ OCD അടുത്ത സ്റ്റേജിൽ എന്താവും അറിയോ, ഒരു സൈക്യാട്രിക് മാനസിക പ്രശ്നമായി വരും. അതിനുള്ളൊരു കാരണം എന്താന്ന് വെച്ചാൽ ഇവര് പലതും ചെയ്യാൻ ആഗ്രഹിക്കും, പക്ഷെ ഒരു കഴിയൂല. അപ്പൊ ഈ നിസ്സഹായത പിന്നെന്ത് ചെയ്യും, അവരെ മെന്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് പോവുക. അപ്പോ ഇവര് സഹിക്കണത് എത്രയാണെന്ന് വെച്ചാൽ അത് വളരെ വലുതാണ്. ഇവരുടെ സഹനം എന്ന് പറഞ്ഞാൽ ഒരു നിസ്സഹായ അവസ്ഥയാണ്. ഇതൊന്നും വേണ്ടാന്ന് വിചാരിച്ചാലും ചെയ്യാതെക്കാൻ പറ്റൂല. അപ്പോൾ ഭർത്താവിന് ഇത് അതിലേറെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിന്റെ ശാശ്വത പരിഹാരം എന്താ വെച്ചാൽ ഇത് രോഗമാണ്, ചികിത്സിച്ച് മാറ്റുക. ഇതിന് വേറൊരു പരിഹാര മാർഗമില്ല. ഒരു പരിധി വരെയൊക്കെ നമുക്കൊരു കൗൺസിലിംഗ് കൊണ്ട് പരിഹരിക്കാം. ഇപ്പോൾ ഒരു ദീനിയായിട്ട് അവർക്ക് വിശ്വാസമുള്ള ഒരാളോട് ചോദിച്ചിട്ട് പറയാം. ഇപ്പോൾ ഒരു നായ തൊടുന്നതിനെ കുറിച്ചുള്ള ഒരു സംശയമാണ് പലപ്പോഴും ഉണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ ജീവിതത്തിൽ ഒരു നായ തൊട്ടതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നായ ഒരു പാത്രം മണ്ണിട്ട് കഴുകിയ എത്ര അനുഭവം ഉണ്ടാവും ഒരാളുടെ ജീവിതത്തിൽ? 1-2 ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ OCDക്കാരെന്താ പറയുക, എല്ലാ ദിവസവും കഴുകും. അപ്പോൾ എവിടുന്ന ഈ നായനെ കിട്ടുന്നത്, എവിടുന്ന ഈ നായ തൊടുന്നത്? മനസ്സിലാണ്ടല്ലോ. അതാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇവർ ഇതാ വലാൽ കൽബു എന്ന് പറയുമ്പോൾ നായ പാത്രത്തിൽ തലയിടുമ്പോൾ ഉള്ളതാണ് ഇപ്പോൾ ഈ മണ്ണ് കണ്ട് കഴുകലൊക്കെ. ഇതിപ്പോൾ ഒരു നായനെ അവിടെ കണ്ടാൽ മതി, അത് ഈ പിന്നെ അലക്കിട്ട വസ്ത്രത്തിൻ്റെ അടിയിലൂടെ പോയോ, അത് സിറ്റ് ഔട്ടിൽ കയറിയോ, മനസ്സിലായില്ലേ, അത് നമ്മുടെ ചാരി നിന്നോ, അല്ലെങ്കിൽ നായ ചാരി നിന്നോർത്ത് ഞാൻ ചാരിയോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ എന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ഒരു പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് നായ പാത്രത്തിൽ തലയിട്ടാളുടെ ഒരു വിധിയാണ്. നായ ഇപ്പോൾ ഒരു തിണ്ടുമ്പോൾ ചാരി പോയി, നിങ്ങളവിടെ ചാരി വിചാരിച്ചിട്ട് പ്രശ്നമില്ല എന്ന് അവർക്ക് മതപരമായി പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് മാറും. അതേമാതിരി ഇപ്പോൾ വൃത്തിയുള്ളതും വൃത്തി, ഇപ്പോൾ മനി അതെന്തല്ല, നജസല്ല. അപ്പോൾ എന്ത് ചെയ്യും, അതും നജസാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, മലവും മൂത്രവും പോലെയൊക്കെ എന്ത് ചെയ്യും, കഴുകി ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് നജസ്, എന്താണ് നജസ് അല്ലാത്തത്, ഒരു നജസ് എപ്പോഴാണ് വൃത്തിയാവുക, ഇങ്ങനത്തെ ചില മതപരമായ ഫിഖ്ഹുകൾ എന്താണ് ചിലപ്പോൾ ഒരു പണ്ഡിതൻ പറഞ്ഞു കൊടുത്താൽ കുറേ കാര്യങ്ങളിൽ ഇവർക്ക് ഒരു ആശ്വാസവും സമാധാനവും കിട്ടും. പക്ഷെ അതുകൊണ്ടൊന്നും പൂർണ്ണമാവില്ല. നല്ല മെഡിസിനിന് ഇതിനു വേണ്ടി ഉപയോഗിക്കണം. അലോപ്പതിയിലെ മെഡിസിൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സൈക്കാട്രി ഡോക്ടറെ കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു ചികിത്സകളിൽ ഹോമിയോ അതേപോലെ തന്നെ ആയുർവേദ ഈ ചികിത്സകളിലൊക്കെ എന്തുണ്ട്, OCDക്കുള്ള നല്ല ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അതേതാണോ കൂടുതൽ ഫലപ്രദമാവണം നോക്കിയിട്ട് എന്ത് ചെയ്യുക, അത് ചെയ്ത് ധാരാളം ആളുകൾക്ക് OCD മരുന്നുകളിലൂടെ മാറിയത് നമുക്ക് തന്നെ സ്വന്തമായ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, ഇത് രോഗമായി കണ്ട് ചികിത്സിച്ച് മാറ്റാൻ ശ്രമിക്കലായിരിക്കും ഉചിതം.